ஒரு கணம் போதும் இல்லை என்று சொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறார். ആരെ പുറത്താരോ വന്നിട്ടുണ്ടല്ലോ. ദക്ഷ, ഇത് ആനിയുടെ സൗണ്ട് അല്ലേ? ആനി, നീ വന്നോ? ഓ, ഈ പട്ടിയും കൂടെ ഉണ്ടോ? ആഹാ, ഇതാരൊക്കെയായി വരുന്നത്? ഇതാണല്ലേ നിന്റെ ആൻവി കൊച്ച്? എൻ്റെ പൊന്നു മോളെ, ഇവൾക്ക് നിന്നെ കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ. ഈശ്വര, ഇവളോ? ശോ, ഞാനിന്നൊരു കലക്ക് കലക്കും. നീ എന്ത് കലക്കുന്ന കാര്യമാടാ ഈ പറയുന്നത്? അത് പിന്നെ ചായയിൽ പഞ്ചാര ഇട്ട് ഇളക്കുന്ന കാര്യം പറഞ്ഞതാ ഞാൻ. നീ ഇളക്കിക്കോ, പഞ്ചാര ഇട്ട് ഇളക്കണ്ട കേട്ടാ. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ എങ്ങനെ ടോക്കണം? ഒന്നുമില്ല, വീട്ടിൽ ഗസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ അവൻ്റെ ഒരു മിണ്ടാതിരിയിട. മോനെ മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ നീ മനസ്സിലാക്ക്. നല്ല സുന്ദരി കൊച്ചാണല്ലോ. അതെനിക്കും തോന്നി. എന്ത് തോന്നിയെന്ന്? ഓ, ഈ ചാറ്റ അതും കേട്ടോ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ കറക്റ്റ് കേട്ടോളൂ. ഞാനൊന്നും പറഞ്ഞില്ല, നിനക്ക് തോന്നുന്നത് അത്. എൻ്റെ ചെവിക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് എവിടെയോ ഒരു കുരു പൊട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇത് വലിയ ശല്യം. എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ പേരെന്താ? ആൻവി. അതിന് നിന്നോട് അവരെ ചോദിച്ചത്? അല്ല, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാ ചുമ്മാ. അങ്ങനെ നീ ചുമ്മാ പണയണ്ട. ഞാനിത് ഈ കുട്ടിയോടെ ചോദിച്ചത്, അവള് പറഞ്ഞോളൂ. കുട്ടി എന്ത് ചെയ്യുന്നു? ഐ മീൻ, പഠിക്കുകയാണോ അതോ വല്ല ജോലിയും ചെയ്യാണോ? ഞാൻ പഠിക്കില്ല ചേട്ടാ, ദക്ഷയുടെ ക്ലാസ്സിലാ. ഓ, ഐ സീ. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞാൽ എന്താ പ്ലാൻ? പി ജി എടുക്കുന്നുണ്ടോ അതോ വല്ല കോഴ്സും ചെയ്യാനാണോ ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു. മോളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം വേണം. അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അയ്യോ, ആരായി പറയുന്നത്? ചേട്ടൻ എന്ത് വർക്കാ ചെയ്യുന്നത്? ഞാനിങ്ങനെ ഓഫീസൊക്കെ ആയിട്ട് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. തന്നോടല്ല, ഈ ചേട്ടനോടാ ചോദിച്ചത്. പിന്നെ ആൻറ്റി, താൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. പട്ടിത്തുണ്ടി ചെറ്റേ, എന്നെ നീ അങ്ങനെ അങ്ങോട്ട് നോക്കി നിന്റെ കണ്ണു ഞാൻ തെരഞ്ഞെടുക്കും. ഇതാരാ ഒരു പുതിയ ആള്? ഇതാണ് ഞങ്ങളുടെ കുട്ടിമാമൻ. കുട്ടിമാമനോ? കൊള്ളാലോ, നല്ല പേര്. അയ്യോ, എൻ്റെ പേര് കുട്ടിമാമൻ എന്നൊന്നും അല്ല കേട്ടോ, ധ്രുവ എന്നാണ്. ഈ തെണ്ടികൾ രണ്ടും എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. മാമനായി പോയില്ലേ, കേട്ടല്ലേ പറ്റൂ. കുട്ടിമാമാന്ന് വിളിക്കും, അതല്ലാതെ പട്ടിത്തണ്ടി ചെറ്റിയ മുതൽ ഡാഷ് മോനെ വരെ കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേട്ട് നിൽക്കാൻ എൻ്റെ ജന്മം ഇനിയും ബാക്കി. അയ്യോ അയ്യോ, പാവം ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുട്ടിമാമൻ, അത് എനിക്കൊരു വല്ലാത്ത വികാരമാണ്. ഡാഡാ, അയ്യോ അങ്ങനല്ലട്ടാ, ഇത് അങ്ങനത്തെ അർത്ഥത്തിൽ പറഞ്ഞതല്ല. എങ്ങനത്തെ അർത്ഥത്തിൽ? ഓ, ഒന്നുമില്ല. ഇവനും ഞാനും ചെറുപ്പം തൊട്ടേ ഭയങ്കര കമ്പനിയാണ്. അതെ മോനെ, ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് പ്രസവിച്ച് കിടന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് ഞങ്ങൾ വളരെ വൈകി അറിഞ്ഞത്. ഇവരാകെ കുറച്ച് ദിവസത്തിന് വ്യത്യാസമേ ഉള്ളൂ, സെയിം ഏജ് തന്നെയാണ്. ഇവർ രണ്ടിനും തീരെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇവന് കുറച്ച് വളർന്നപ്പോഴേക്കും അമ്മയും അച്ഛനും അവർ പോയി. പിന്നെ ഞാനാണ് ഇവനെ നോക്കിയത്. ഇരട്ടക്കുട്ടികളെ പോലെ തന്നെ രണ്ടിനെ നോക്കിയത്.
അതുകൊണ്ടാണ് ഇവർ ഭയങ്കര അറ്റാച്ച്ഡാ. പക്ഷെ വഴക്ക് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പക്ഷെ എനിക്ക് ഇവരെ കൊണ്ടൊന്നും പേടിയില്ല. പക്ഷെ ദക്ഷയും ഇവരും തമ്മിൽ അടികൂടിയാ എനിക്ക് ഭയങ്കര പേടിയാണ്. ചോരക്കളിയാവും ലാസ്റ്റ്. അവളുടെ കൈ കിട്ടുന്ന എന്താണോ അത് വെച്ച് അവൾ കൊടുക്കും. എത്ര പ്രാവശ്യം അങ്ങനെ കൈയും തലയും പൊട്ടിച്ചിട്ടുണ്ടെന്നറിയോ? ഈ അമ്മക്ക് ഇതെന്താ ഒക്കെ ഇവിടെ വിളമ്പിക്കോളും. ഇതെന്താ ഇത്? സത്യം പറ്റുവാണോ? മനുഷ്യന് നാളെ കെടുത്തിട്ട് അടങ്ങുള്ളൂ ഈ അമ്മ. കഴിഞ്ഞതല്ലേ, നമുക്കെന്നാ റൂമിൽ പോയാലോ? അടി വാ, ഞാൻ എൻ്റെ റൂം കണ്ടിട്ടില്ല. അയ്യോ ദേ പോയി. ഇവിടെ ആവുമ്പോ കണ്ടോണ്ടിരിക്കായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് റൂമിൽ പോയാലോ? തെണ്ടി, നീ എങ്ങനെയാലും അവളുടെ അടുത്ത് എത്താനുള്ള വഴി നോക്കുകയാണല്ലേ. എൻ്റെ ഈശ്വര, ഇത് ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എൻ്റെ അളിയാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? അയ്യോ, മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. ഡോറ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ മനുഷ്യൻ എന്തിനു കയറി വന്നതാ ഇങ്ങോട്ട്? ഇത് തുറക്ക് പിള്ളേരെ. ഈശ്വര, ഇനി ഇതെപ്പ തുറക്കാനാണോ എന്തോ. എനിക്കാണെങ്കിൽ കാണാൻ കൊതിയായിട്ട് വയ്യ. ആണെങ്കിൽ എന്നെ നോക്കുന്ന പോലുമില്ല. ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു. ഇതിപ്പോ അടച്ചു കൂട്ടിയിട്ട് ഇവരെന്താ ഇതിന്റെ വിളി ചെയ്യുന്നത്? നിങ്ങൾ കണ്ടു എന്താ ഇത്? എന്താ പോയ അണ്ണാനെ പോലെ വന്നേ? ഈ റൂമിലിരിക്കാനല്ലേ വന്നേ? വരണ്ടു. ഈ ചെറുക്കനാണെങ്കിൽ ഇത് അല്ല, നിങ്ങൾക്ക് രണ്ടിനും എന്നാ പറ്റി? ത്രിയാഷ്, നിനക്ക് ബാത്റൂമിൽ പോണം? ഒന്ന് പാടാടുന്നു. പിന്നെ നിനക്കെന്താ ഒരു ഇരിപ്പ് കിട്ടാത്ത പോലെ? എനിക്കൊന്നും ഇല്ല എന്റെ പൊന്നു മോനെ. ഇവിടെ ഇരുന്നിട്ട് ഒരു സുഖമില്ല അല്ലേ? എനിക്കും തോന്നി ഇവിടെ ഒരു സുഖമില്ലാത്ത പോലെ. നിന്റെ സുഖക്കേട് എനിക്ക് മനസ്സിലായി. എന്ത് നടക്കട്ടെ? എന്ത് അല്ല, പുറത്തോട്ട് നടക്കാന്ന്. എനിക്ക് നടക്കാം. ഹയ്യമ്മ, ഡോറ് തുറന്നതാന്ന്. നിങ്ങളെന്താ ഇത് അന്തം കണ്ട പെരിച്ചായ കണക്ക് നോക്കി നിൽക്കുന്നേ? ഞാൻ ചുമ്മാ നോക്കിയതാ. നീ എന്തിനാ നോക്കിയേ? അല്ല, ഡോറിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാനും നോക്കി. അപ്പൊ നീയോ? നിങ്ങൾ രണ്ടുപേരും നോക്കുമ്പോ പിന്നെ ഞാനായിട്ട് അങ്ങനെ നോക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നോക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു രണ്ടും കൂടെ പരിപാടി? ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ? കുറെ സമയമായി അവൻ തുടങ്ങിയിട്ട്. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്, അർജന്റ് കോളാ. ഞാൻ ഇപ്പം വരാം. വേഗം പൊക്കോ. ഇനി ഭാഗത്തോട്ട് തരണമെന്നില്ല. എന്താ? അല്ല, വേഗം പൊക്കോന്ന്. കോള് കട്ടവണ മുന്നേ വേഗം പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്ക്. ഈശ്വര, അവൻ പോയി കിട്ടി. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് സംസാരിക്കും? ആരും എന്ത് വിചാരിക്കും? അവൻ പോയി. പക്ഷെ ഇവന്റെ പെങ്ങളായിട്ട് സംസാരിക്കാന്ന് പറയുമ്പോ ഇവനെന്തേലും വിചാരിക്കും ഇനി? ഈശ്വര. അതെ, ആരോ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ആദ്യം താൻ പറ. ഞാനും താനും ഭയങ്കര കമ്പനിയാണ്. പക്ഷേ നിന്റെ പെങ്ങളും ഞാനും തമ്മിൽ പരിചയമൊന്നുമില്ല. അതിന് അപ്പോൾ പിന്നെ ഞാനും അവളും കൂടെ പരിചയപ്പെട്ടോട്ടെ? ഇതേപോലെ തന്നെയല്ലേ നിങ്ങളും? എൻ്റെ ദക്ഷയും നീയും തമ്മിൽ കമ്പനിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടും, ഞങ്ങളും പരിചയപ്പെടാം. എങ്ങനെയുണ്ട്? ഇവനൊരു പൊട്ടനാണെങ്കിലും
നല്ല ബുദ്ധിയാ. ആ എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം. എൻ്റെ പൊന്നളിയ, എൻ്റെ മുത്തളിയ, നീ മുത്താണ് പൊന്നളിയ, എന്നോട് എന്തൊരു സ്നേഹ. അറിയാണ്ടാണെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്തു തരുന്നുണ്ട്. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ദക്ഷ ഒന്നവിടെ നിന്ന്. താനെന്തിനാ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നേ? നീ എന്താ എന്നോട് ഒന്നും സംസാരിക്കാത്തെ? ഞാൻ എന്തിനാ തന്നോട് സംസാരിക്കുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ഒരാവശ്യം ഇപ്പൊ ഇല്ല. അപ്പോ കുറച്ച് കഴിഞ്ഞ സംസാരിക്കുന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ എന്താ ചെയ്തേ? നീ എന്താ ചെയ്തെന്ന് നിനക്കറിയത്തില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അത് അന്ന് അറിയാണ്ട് പറ്റിപ്പോയതല്ലേ. ചെറിയൊരു കിസ് അത്രയല്ലേ ഉണ്ടായുള്ളൂ. അതിനാണോ നീ ഇങ്ങനെ? നിനക്കിത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കിത് വലിയ കാര്യം തന്നെ. എന്റെ ഫസ്റ്റ് കിസ്സ നീ കൊണ്ടേ നശിപ്പിച്ചത്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ എൻ്റെ 1001ാമത്തെ കിസ്സാണോ ഇത്? എൻ്റെയും ഫസ്റ്റ് കിസ് തന്നെയാ. പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് സോറി പറഞ്ഞതല്ലേ, പറ്റിപ്പോയതാണെന്ന്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ, അങ്ങനെ പറ്റിപ്പോയതാ. എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെ. ഫസ്റ്റ് നിന്നെ പ്രപ്പോസ് ചെയ്യണമായിരുന്നു. എനിക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോഴേക്കും കയറി അങ്ങ് കിസ്സും ചെയ്ത്. സോറി. ഞാൻ ഇനി നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം സോറി പറയണം? നീ പറ. തനിക്കങ്ങനൊക്കെ പറയാലോ, ഒരു സോറി അത്രേ ഉള്ളൂ. 2 വാക്കിൽ കാര്യം അങ്ങ് ഒതുങ്ങും. പക്ഷെ എനിക്കങ്ങനല്ല. എൻ്റെ സമ്മതം പോലും ചോദിക്കാതെയാ നീ കയറി അന്ന്. ഓ, അപ്പൊ സമ്മതം ചോദിക്കാതെ കിസ് അടിച്ചതിനാണല്ലേ കൊച്ചു കള്ളി. എന്നാ പിന്നെ പറയണ്ടേ? എന്നാ സമ്മതത്തോടു കൂടി ഇപ്പൊ ഒരെണ്ണം. അയ്യോ, എന്തോ ഒരു സൗണ്ട് കേട്ടില്ല? ഇല്ല, ഞാൻ കേട്ടില്ലല്ലോ. എന്ത് സൗണ്ടാ? കേട്ടു, ഞാൻ ശരിക്കും കേട്ടതാ. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മൾ നിന്നെ ഇപ്പൊ അങ്ങോട്ട് നോക്കണത്. ഇനി എന്നെ കൺമുന്നിൽ കണ്ടുവരുന്നു. മുത്തേ പൊന്നെ കറലേ, എൻ്റെ കുട്ടി മാമ, നമ്മൾ കുറേ നാളായില്ലേ ഒന്ന് കൂടിയിട്ട്. നമുക്ക് കൂടണ്ടേ? ഞാനുണ്ടല്ലോ കൂടാൻ. അയ്യോ, ഈ പട്ടിയിലപ്പ വന്ന് നോക്ക്. വേണ്ടാത്ത പണിയെടുക്കരുത്. അവളെല്ലാം പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഒക്കെ ചീഞ്ഞ് നാറും. അതുകൊണ്ട് എന്തേലൊക്കെ പറഞ്ഞു ഒഴിവാക്കാൻ നോക്ക്. ആ, ഒരു വഴിയുണ്ട്. ദക്ഷ, നീ എന്ത് കൂടുന്ന കാര്യമായി പറയുന്നത്? നിങ്ങൾ എന്താ കൂടുന്ന? അത് കൂടാണ് ഞാൻ വന്നത്. ആ, ഞങ്ങൾ കൂടാൻ പോകുന്നത് ഈ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ചില്ല് വൈബാക്കിയിട്ട് ഇങ്ങനെ. ഞങ്ങളതാ പറഞ്ഞ്. ആഹാ, ഇതാണോ? എങ്കിൽ ഞാനും ഉണ്ട്. ഏയ് വെങ്കടി, പാട്ട് പോടുറാ. ഇതെന്താ ഭൂമി വിളിക്കോ? ഈ പിള്ളേരെ വീട് പിടിച്ചിടൂ. നിർത്തിക്കേ പിള്ളേരെ ഇതൊന്ന്. എന്റെ ചെവി അടിച്ചു പോയെന്നെ ഇപ്പൊ. ഈ ചേച്ചി ഫുള്ള് തള്ള വൈബാണല്ലോ അല്ലടാ? തള്ള വൈബ് നിന്റെ അമ്മായിയപ്പൻ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ. ഇത് നിന്റെ അമ്മയാണോടാ? ആണെങ്കി നിനക്ക് അങ്ങനെ തന്നെ വേണോടാ.